Chapter 4 Mail Merge. Lesson objectives: to learn mail merge feature in LibreOffice Writer, to learn to create recipient list, to learn to save, print and sending mail. Chapter 4 Mail Merge. Lesson objectives: to learn mail merge feature in LibreOffice Writer. LibreOffice റൈറ്ററിലെ മെയിൽ മെർജ് ഫീച്ചറിനെ പറ്റി പഠിക്കാൻ, ടു ലേൺ ടു ക്രിയേറ്റ് റെസിപ്പിയൻറ്റ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പഠിക്കാൻ, ടു ലേൺ ടു സേവ്, പ്രിന്റ് ആൻഡ് സെൻഡിങ് മെയിൽ, സേവ് ചെയ്യാനും പ്രിന്റ് ചെയ്യാനും മെയിൽ അയക്കാനും പഠിക്കാൻ. സപ്പോസ് യു വാണ്ട് ടു സെൻഡ് ആൻ ഇൻവിറ്റേഷൻ ലെറ്റർ ടു ഓൾ യുവർ ഫ്രണ്ട്സ് ഫോർ യുവർ ബർത്ത്ഡേ പാർട്ടി. The content of the letter would be same to all, but names and addresses of the friends would be different. Typing the letter for all your friends is not an easy work. This work can be do very easy in LibreOffice Writer using the mail merge feature. With the help of the mail merge feature, you can send the same letter to a number of people. നിങ്ങളുടെ ബർത്ത്ഡേ പാർട്ടിക്കായി നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ അയക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് കരുതുക. ലെറ്ററിലെ കണ്ടന്റ് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും, എന്നാൽ ഫ്രണ്ട്സിന്റെ പേരും അഡ്രസ്സും ഡിഫറെൻ്റ് ആയിരിക്കും. എല്ലാ ഫ്രണ്ട്സിനും വെവ്വേറെ ലെറ്റർ ടൈപ്പ് ചെയ്യുക എന്നത് എളുപ്പമുള്ള ജോലിയല്ല. എന്നാൽ ഈ ജോലി LibreOffice റൈറ്ററിലെ മെയിൽ മെർജ് ഫീച്ചർ ഉപയോഗിച്ച് വളരെ ഈസിയായി ചെയ്യാൻ സാധിക്കും. മെയിൽ മെർജ് ഫീച്ചർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു കത്ത് തന്നെ നിരവധി ആളുകൾക്ക് അയക്കാൻ കഴിയും. മെയിൽ മെർജ്. The mail merge process requires the following. Main document. It contains letters or text which is to be sent to all the recipients. Data source. The file where all the addresses of the recipients are stored is called the data source. For example, name, address, city, pin code, etc. The data is organized in a tabular form along with the field names. The data source is associated with the main documents, so its field name can be used in the main document, and it becomes easy to merge addresses along with the main document. The process of combining the main document with data source is called merging. The final document is called the merged document. The mail merge process involves the three basic steps: creating a main document, specifying a data source, merging the data source with the main document. മെയിൽ മെർജ്. മെയിൽ മെർജ് എന്ന പ്രോസസ്സിന് താഴെ പറയുന്നവ ആവശ്യമാണ്. മെയിൻ ഡോക്യുമെന്റ്. എല്ലാ റെസിപ്പിയൻറ്റിനും അയക്കാനുള്ള ലെറ്റേഴ്സ് അല്ലെങ്കിൽ ടെക്സ്റ്റ് അടങ്ങിയതാണ് മെയിൻ ഡോക്യുമെന്റ്. ഡാറ്റ സോഴ്സ്. എല്ലാ റെസിപ്പിയൻസിൻ്റെയും അഥവാ എല്ലാ സ്വീകർത്താക്കളുടെയും അഡ്രസ്സുകൾ സ്റ്റോർ ചെയ്ത ഫയലിനെയാണ് ഡാറ്റ സോഴ്സ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നെയിം, അഡ്രസ്സ്, സിറ്റി, പിൻകോഡ് മുതലായവ. ഫീൽഡ് നെയിമോട് കൂടിയ ടാബുലർ ഫോമിലാണ് ഡാറ്റ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഡാറ്റ സോഴ്സ് ബന്ധപ്പെട്ടിരിക്കുന്നത് മെയിൻ ഡോക്യുമെൻറ്റുമായിട്ടാണ്. അതിനാൽ ഫീൽഡ് നെയിം മെയിൻ ഡോക്യുമെൻറ്റിൽ ഉപയോഗിക്കാൻ കഴിയും. കൂടാതെ അഡ്രസ് മെയിൻ ഡോക്യുമെൻറ്റിൻ്റെ കൂടെ മെർജ് ചെയ്യാൻ എളുപ്പമാകുന്നു. മെയിൻ ഡോക്യുമെൻറ്റിൻ്റെ കൂടെ ഡാറ്റ സോഴ്സ് കമ്പൈൻ ചെയ്യുന്ന പ്രോസസ്സാണ് മെർജിങ്. ഇങ്ങനെ ലഭിക്കുന്ന ഫൈനൽ ഡോക്യുമെൻറ്റിനെ മെർജ്ഡ് ഡോക്യുമെൻറ്റ് എന്ന് വിളിക്കുന്നു. മെയിൽ മെർജ് പ്രോസസ്സിൽ പ്രധാനമായും 3 ബേസിക് സ്റ്റെപ്പുകൾ അടങ്ങിയിരിക്കുന്നു. ക്രിയേറ്റിംഗ് എ മെയിൻ ഡോക്യുമെൻറ്റ്. മെയിൻ ഡോക്യുമെൻറ്റ് നിർമ്മിക്കുക. സ്പെസിഫൈയിങ് എ ഡാറ്റ സോഴ്സ്. ഡാറ്റ സോഴ്സ് സെലക്ട് ചെയ്ത് നൽകുക. മെർജിങ് ദ ഡാറ്റ സോഴ്സ് വിത്ത് ദ മെയിൻ ഡോക്യുമെൻറ്റ്. മെയിൻ ഡോക്യുമെൻറ്റുമായി ഡാറ്റ സോഴ്സ് മെർജ് ചെയ്യുക. മെയിൽ മെർജ് ഇൻ LibreOffice Writer. To start the mail merge wizard, either to create form, letters or send email messages to many recipients, do the following steps. Step 1. Choose Mail Merge Wizard option from Tools menu. The Mail Merge Wizard opens. Now follow the given steps. Step 2. Select Starting Document.
It specifies the document that you want to use as a base for the mail merge document. The wizard gives various options to select your starting document. Select Use the current document radio button. This option uses the current writer document as the base to merge the document with a data source. Click on the Next button. Step 3. Select document type. Here you have to specify the type of mail merge document to create. You can either select email or letter. Here select the letter radio button. This option creates a printable mail merge document. Click on the Next button. Step 4. Insert address block. This is the most important step in this wizard. In this step, you have to specify the recipients for the mail merge document as well as the layout of the address block. Make sure that all the fields match correctly. This is very important. Observe by default the second checkbox under the Insert Address Block section is selected. To add new address list, click on Select Different Address List tab. The Select Address List dialog box appears. Now click on the Create tab to create a new address list. The new address list dialog box appears as shown in the figure 5.6. Click on Customize tab to add or remove fields. Figure 5.7. Now enter the data in the respective fields and click on the New button. You can add more recipients by clicking on the New button. Click on OK button. You will get a Save dialog box. Specify a name in the Name box and click on the Save button. Figure 5.8. The selected address list dialog box will appear. The dialog box displays the address file added by you. Select the file and click on OK button. Now address list will be added to the wizard. ഫോം, ലെറ്റേഴ്സ് എന്നിവ ക്രിയേറ്റ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ മെയിൽ സെൻഡ് ചെയ്തോ മെയിൽ മെർജ് വിസാർഡ് സ്റ്റാർട്ട് ചെയ്യാം. അതിനുവേണ്ടി താഴെ പറയുന്ന സ്റ്റെപ്പുകൾ ചെയ്യുക. സ്റ്റെപ്പ് 1. ടൂൾസ് മെനുവിൽ നിന്നും മെയിൽ മെർജ് വിസാർഡ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ മെയിൽ മെർജ് വിസാർഡ് ഓപ്പണായി വന്നിട്ടുണ്ട്. ഇനി താഴെ പറയുന്ന സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യുക. സ്റ്റെപ്പ് 2. സ്റ്റാർട്ടിംഗ് ഡോക്യുമെൻ്റ് സെലക്ട് ചെയ്യുക. സ്റ്റാർട്ടിംഗ് ഡോക്യുമെൻ്റ് എന്നാൽ മെയിൽ മെർജ് ഡോക്യുമെൻ്റ് തയ്യാറാക്കാൻ വേണ്ട ബേസ് ഡോക്യുമെൻ്റ് ആണ്. വിസാർഡിൽ നമുക്ക് സ്റ്റാർട്ടിംഗ് ഡോക്യുമെൻറ്റിന് വേണ്ട വിവിധ ഓപ്ഷനുകൾ കാണാം. യൂസ് ദ കറൻറ്റ് ഡോക്യുമെൻ്റ് റേഡിയോ ബട്ടൺ സെലക്ട് ചെയ്ത് നമ്മൾ ഓപ്പൺ ചെയ്തു വെച്ചിരിക്കുന്ന ഈ ഡോക്യുമെൻ്റ് തന്നെ ബേസ് ഡോക്യുമെൻ്റായി അഥവാ ഡാറ്റാ സോഴ്സ് മെർജ് ചെയ്യാനുള്ള ഡോക്യുമെൻ്റായി തിരഞ്ഞെടുക്കാം. ഇനി നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സ്റ്റെപ്പ് 3. ഡോക്യുമെൻ്റ് ടൈപ്പ് സെലക്ട് ചെയ്യുക. ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന മെയിൽ മെർജ് ഡോക്യുമെൻ്റ് ഏത് ടൈപ്പിൽ ഉള്ളതാണ് എന്ന് സ്പെസിഫൈ ചെയ്ത് നൽകുക. നിങ്ങൾക്ക് ഇമെയിൽ എന്നോ ലെറ്റർ എന്നോ സെലക്ട് ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ ലെറ്റർ എന്ന റേഡിയോ ബട്ടൺ സെലക്ട് ചെയ്യാം. ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മെയിൽ മെർജ് ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റെപ്പ് 4. ഇൻസേർട്ട് അഡ്രസ് ബ്ലോക്ക്. വിസാർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പാണിത്. ഈ സ്റ്റെപ്പിൽ മെയിൽ മെർജ് ഡോക്യുമെൻറ്റിനും അഡ്രസ് ബ്ലോക്ക് ലേഔട്ടിനും വേണ്ടിയുള്ള റെസിപ്പിയൻസിനെ സ്പെസിഫൈ ചെയ്യേണ്ടതുണ്ട്. എല്ലാ ഫീൽഡുകളും കറക്റ്റായി മാച്ച് ആകുന്നില്ലേ എന്ന് ഉറപ്പുവരുത്തുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻസേർട്ട് അഡ്രസ് ബ്ലോക്കിലെ രണ്ടാമത്തെ ചെക്ക് ബോക്സ് ഡീഫോൾട്ടായി സെലക്ട് ചെയ്ത് നിൽക്കുന്നത് ശ്രദ്ധിക്കുക. നമ്മുടെ അഡ്രസ് ബ്ലോക്കിലെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഏതെങ്കിലും ഒരു ഫീൽഡ് ഇല്ല എന്ന് സങ്കല്പിക്കുക. അങ്ങനെയെങ്കിൽ ആ ഫീൽഡിൻ്റെ ബ്ലാങ്ക് വരാതിരിക്കാനാണ് ഈ ഓപ്ഷൻ നൽകുന്നത്. അടുത്തതായി ഒരു പുതിയ അഡ്രസ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സെലക്ട് ഡിഫറെൻ്റ് അഡ്രസ് ലിസ്റ്റ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ സെലക്ട് അഡ്രസ് ലിസ്റ്റ് എന്ന ഡയലോഗ് ബോക്സ് അപ്പിയറായി വരുന്നത് കാണാം. ഇപ്പോൾ പുതിയ അഡ്രസ് ലിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ക്രിയേറ്റ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ന്യൂ അഡ്രസ് ലിസ്റ്റ് എന്ന പേരിൽ ഡയലോഗ് ബോക്സ് വന്നതായി കാണാം. ഇതിൽ ഒരുപാട് ഫീൽഡുകൾ നമുക്ക് കാണാം.
ഇതിലെ കസ്റ്റമൈസ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്ത് പുതിയ ഫീൽഡ് ആഡ് ചെയ്യാനും നിലവിലുള്ളത് ഡിലീറ്റ് ചെയ്യാനും റീനെയിം ചെയ്യാനും ഒക്കെ സാധിക്കും. ഇനി ഓരോ ഫീൽഡിലും ഡാറ്റ എൻ്റർ ചെയ്യുക. അതിനുശേഷം അടുത്ത റെസിപ്പിയൻറ്റിൻ്റെ ഡാറ്റ ചേർക്കാൻ ന്യൂ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് ന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒരുപാട് ആളുകളുടെ അഡ്രസ്സ് റെസിപ്പിയൻസായി ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു സേവ് ഡയലോഗ് ബോക്സ് വരുന്നതാണ്. നെയിം ബോക്സിൽ ഒരു പേര് നൽകി സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വരുന്ന സെലക്ട് അഡ്രസ് ലിസ്റ്റ് ഡയലോഗ് ബോക്സിൽ നമ്മൾ സേവ് ചെയ്ത അഡ്രസ് ലിസ്റ്റിൻ്റെ പേര് കാണാവുന്നതാണ്. ഇനി നമുക്ക് ഈ അഡ്രസ് ലിസ്റ്റ് സെലക്ട് ചെയ്ത് ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ അഡ്രസ് ലിസ്റ്റ് വിസാർഡിലേക്ക് ആഡ് ചെയ്തതായി കാണാം. നോട്ട് ഫോർ സ്റ്റുഡൻസ്: പ്രസ് ടാബ് കീ ടു മൂവ് ബിറ്റ്വീൻ ഫീൽഡ് വൈൽ ടൈപ്പിംഗ് ദ ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ ടൈപ്പ് ചെയ്യുമ്പോൾ ഫീൽഡുകൾക്കിടയിൽ മൂവ് ചെയ്യാൻ വേണ്ടി കീബോർഡിലെ ടാബ് കീ പ്രസ് ചെയ്താൽ മതി. ക്ലിക്ക് ഓൺ ദ ആഡ് ടാബ് ഓപ്ഷൻ ഓപ്പൺസ് ദ ഓപ്പൺ ഡയലോഗ് ബോക്സ്. ഇറ്റ് ഹെൽപ്സ് ടു ഇൻസേർട്ട് ആൻ എക്സിസ്റ്റിംഗ് അഡ്രസ് ലിസ്റ്റ്. സെലക്ട് അഡ്രസ് ലിസ്റ്റ് ഡയലോഗ് ബോക്സിലുള്ള ആഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിലെ മറ്റൊരു ലൊക്കേഷനിൽ മുമ്പ് ക്രിയേറ്റ് ചെയ്ത് വെച്ച അഡ്രസ് ലിസ്റ്റ് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.